മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വയനാട് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. ഇപ്പോഴതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴവിടെ ഈ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്തിലേക്ക് വരാം, അതിനു മുമ്പ് ഒരു പ്രതികരണത്തിലേക്ക്. പോലീസുടെ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് ഇവിടെ കേന്ദ്ര സർക്കാരിന് എതിരെയല്ല ഞങ്ങൾ സമരം ചെയ്ത് മുണ്ടക്കൈയിലെ ജനങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് ഞങ്ങൾ പറയുമ്പോൾ ഇവിടുത്തെ പോലീസിന് എന്താണ് ക്രിമികടി എന്നാണ് യൂത്ത് കോൺഗ്രസ് ചോദിക്കാനുള്ളത്. ഞങ്ങളെ ഒരുപാട് അടിച്ചു നിങ്ങൾ ഒതുക്കാമെന്ന വിചാരമെങ്കിൽ യാതൊരു തർക്കവും വേണ്ട. അവസാന യൂത്ത് കോൺഗ്രസുകാരന്റെ ചോര വീണതിന് ശേഷമേ ഈ സമരത്തിൽ ഞങ്ങൾ പിരിഞ്ഞുകൊള്ളൂ. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? കുത്തിയിരുന്നുള്ള പ്രതിഷേധം ദൃശ്യങ്ങളിൽ കാണാം. ഒരു സംഘർഷാവസ്ഥ മാറിയെന്ന് പറയാവുന്ന നിലയായിട്ടുണ്ടോ സുർജിത്ത്? നിലവിൽ സംഘർഷാവസ്ഥയ്ക്ക് അല്പം അയവ് വന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അംഗങ്ങളായി തമ്പടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ പൂർണ്ണമായും ഈ സംഘർഷാവസ്ഥയ്ക്ക് അയവ് ഒന്നും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയല്ല എന്നുള്ളതും പറയേണ്ടി വരും. എന്തായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം അതാണെന്ന് കണ്ടത്. അതിനിടയിൽ ചില സംഭവങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. രണ്ടാം ഗേറ്റിൽ NGO യൂണിയന്റെ ഒരു ധർണ, ഒരു പരിപാടി നടന്നിരുന്നു ഈ കളക്ടറേറ്റിന്റെ രണ്ടാം ഗേറ്റിൽ. ഒന്നാം ഗേറ്റിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. NGO യൂണിയന്റെ ആ ധർണയിലേക്ക് ഇരച്ചെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ NGO യൂണിയൻ പ്രവർത്തകരെ മർദ്ദിച്ചു എന്നുള്ള ഒരു പരാതി കൂടി ഉയരുന്നുണ്ട്. പരസ്പരം ചേരി തിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്. NGO യൂണിയൻ പ്രവർത്തകരും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പരസ്പരം ചേരി തിരിഞ്ഞ് നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. 2 മണിക്കൂറോളം നീണ്ട സംഘർഷമാണ് വയനാട് കളക്ടറേറ്റ് സാക്ഷ്യം വഹിച്ചത് എന്നുള്ളതാണ്. കളക്ടറേറ്റിന്റെ മുൻവശത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പരിക്കേറ്റവരെല്ലാം തന്നെ നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സംഘർഷത്തിന് നേരിയ അയവ് ഉണ്ടായിട്ടുണ്ട്. ഈ സംഘർഷത്തിനിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ അടക്കമുള്ളവർക്ക് പരിക്കേറ്റുണ്ട്. മാത്രമല്ല ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളായിട്ടുള്ള അമൽ ജോയ്, അദ്ദേഹം ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് ഒപ്പം തന്നെ ജഷീർ പള്ളിവയൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക്, ഈ ഷമീർ വൈത്തിരി ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾക്കെല്ലാം തന്നെ പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധം ഇരുഭാഗത്തും, അതായത് ആദ്യം ഒന്നാം ഗേറ്റ് വഴിയാണ് പ്രവർത്തകർ എത്തിയത്. ആ പ്രവർത്തകർ ആദ്യം ബാരിക്കേഡ് മറികടക്കാൻ ഒരു ശ്രമം, ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് മറികടക്കാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. പക്ഷേ ഇതിനിടയിൽ വാക്കേറ്റമുണ്ടായി, ഉന്തും തള്ളുമുണ്ടായി പോലീസുമായി. അത് പിന്നീട് നേതാക്കൾ ഇടപെട്ട് സംസാരിച്ചു. അതിനുശേഷം വീണ്ടും ഒരു സംഘർഷാവസ്ഥയിലേക്ക് കടക്കുകയായിരുന്നു.